സ്വാതന്ത്ര്യം മേടിച്ചെന്ന് ഗാന്ധിജി ആണെങ്കിലും ആ ഗാന്ധിജി പോക്കറ്റിലുണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. മെജോറിറ്റി ഓഫ് ആൾക്കാർ ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈമാണ് നമ്മൾ ഈവനിങ്, അതായത് വെയിലെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് മുതൽ ലേറ്റ് നൈറ്റ് വരെ. സോ ഇപ്പോൾ സമയം ഒരു 6-6:15 ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ട് ഒരു പുലർച്ചെ ഒരു 2:30-3 മണി വരെ ഓടിക്കാനുള്ള പ്ലാനിലാണ്. എത്ര കിട്ടുമെന്ന് അറിയില്ല. ഞാൻ ഓൾറെഡി ഒരു ടൈമിൽ ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ നോൽമ്പിൻ്റെ സമയത്ത് ഞാൻ ഒരു 2 ആഴ്ചയൊക്കെ ഞാൻ ഈ ടൈമിൽ ഓടിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരു 1200-1300 രൂപയാണ് ഏണിങ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. പുലർച്ചെ ഒരു 3, അന്ന് 4 മണി വരെയൊക്കെ ഓടുമായിരുന്നു, അത്താഴത്തിന് ടൈം വരെ. ബട്ട് ഇപ്പോൾ എന്തായാലും ഒരു 3 മണി വരെ ഓടിക്കാനുള്ള പ്ലാനിലാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. ഏകദേശം 3 ആഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ സ്വിഗ്ഗി ഓടിച്ചിട്ടില്ല. ഊബറും തൽക്കാലം പോർട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് നടന്ന്. സോ എന്തായാലും 6:15 ഓൺ ചെയ്തിട്ട് നോക്കി നോക്കട്ടെ എത്ര കിട്ടും നോക്കാം. ഓക്കെ, ഒരു 1200 പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കി നോക്കാം. ബാഗ് എടുത്തും സെറ്റ് ചെയ്യട്ടെ. പക്ഷേ കന്നി ഓർഡർ 25 രൂപയുടെ ഓർഡർ. എന്ത് പാടാല്ലേ. ആദ്യം തന്നെ മൂഞ്ചി തുടങ്ങി. കന്നി ഓർഡർ തന്നെ മൂഞ്ചി. കസ്റ്റമർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ലൊക്കേഷനിലെത്തി വീട്ടു നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല. 25 രൂപയുടെ ഓർഡർ ആയിരുന്നു ഇവിടെ സംസ്കാര ജംഗ്ഷൻ്റെ ഭാഗത്തായിട്ട്. എന്താ അവസ്ഥ? 21 ഹൗസ് നമ്പർ. പക്ഷേ ഇവിടെ ലൊക്കേഷനിലെല്ലാം 145, 150 ആ റേഞ്ചിലൊക്കെ കാണുന്നത്. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല തേങ്ങ. ആദ്യം ഓർഡർ തന്നെ കന്നി ഓർഡർ മൂഞ്ചിപ്പോയി കഴിച്ച്. എന്താ അവസ്ഥ? വള്ളിയാക്കിയോടോ. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറ്റം ഉണ്ടായിരുന്നു ലൊക്കേഷനിലോട്ട്. പിന്നെ അവിടെ നിന്ന് അത്രയും ദൂരം കൊണ്ട് കൊടുത്ത് ഞാനതിനെ റീച്ച് കൊടുത്തുകൊണ്ട് ടിക്കറ്റ് റൈസ് ചെയ്യാനും പറ്റിയില്ല, എമൗണ്ട് കിട്ടിയില്ല. എന്തായാലും അടുത്ത ഓർഡറും കൂടെ അടിച്ച്, എല്ലാം ചെറിയ ചെറിയ ഓർഡർ അടിക്കുന്നത്. പോട്ടെ, നേരെ പോയി ഇതുകൂടെ കൊടുക്കാം. നമ്മുടെ കാക്കനാടേക്ക് ഒരു ഓർഡർ അടിച്ച് വന്നാണേ. ഫുള്ള് ട്രാഫിക്, മുടിഞ്ഞ ട്രാഫിക്. ഇവിടുന്ന് റിട്ടേണും കിട്ടി നമ്മുടെ ഏകദേശം തൃക്കാക്കര ഭാഗത്തോട്ട്. ഇവിടെ നിന്ന് എല്ലാം ആദ്യം പോട്ടെ അങ്ങോട്ട് മയില്. ഓർഡർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഓർഡർ ആണെങ്കിലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ വർക്കിനായിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ ആവാനായിരിക്കണം. ഏകദേശം ഒരു 344 രൂപ ഓർഡർ പേ മാത്രം കിട്ടിയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ ഡിന്നർ പീക്ക് ടൈമിലുള്ള നമ്മുടെ പീക്ക് ഇൻസെൻറ്റീവ് അൺലോക്ക് ആയി. 7 ഓർഡറിന് 170 രൂപ അതും അൺലോക്ക് ആയിട്ടുണ്ട്. വീണ്ടും ഓർഡർ അടിച്ചിട്ടുണ്ട് 40 രൂപ, 35-40 ആ റേഞ്ചിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഓർഡർ ആണെങ്കിലും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഹെവി ട്രാഫിക്. കാക്കനാട് പോയി കുടുങ്ങി. അവിടെ നിന്ന് ഏകദേശം പോരാൻ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ തന്നെ 1.5 മണിക്കൂറായി. അവിടെ ഒരു ഓർഡർ അടിച്ച് വീണ്ടും കാക്കനാട് സൈഡിൽ തന്നെ ഈ പടമുകൾ വാഴക്കാല ആ ഭാഗത്തേക്ക് തന്നെ അടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം അങ്ങനെ നമ്മൾ കലൂരെത്തി. ഇനി കലൂർ ഇളമക്കര. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും നോക്കി നോക്കട്ടെ. എന്നിട്ടാണ് കണ്ണ് കാണാൻ വയ്യ. ഇടയിൽ നിർത്തി ഫുഡ് കഴിക്കണം. ഓർഡർ അടിച്ചിട്ട് പോയി നോക്കാം. സമയം എങ്ങനെ ഏകദേശം 12 മണിയായി. 12, അയ്യോ ചാർജർ ഒന്ന് അയച്ചോട്ടെ. 12 മണിയായി. ആൻഡ് ഒരു 15 ഓർഡറും കിട്ടി നമുക്ക്. ഒരു ഓർഡർ നമുക്ക് എവിടെ കമ്പനിപ്പടി കഴിഞ്ഞിട്ട് ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു ആലുവ ഭാഗത്ത്. അത് കൊടുത്ത് റിട്ടേൺ കാലിയടിച്ച് വന്ന് 10-35 രൂപ എന്തോ റിട്ടേൺ ചാർജ് മാത്രം കിട്ടി. ബട്ട് ഓർഡറൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു അരമണിക്കൂറിനടുത്ത് വേസ്റ്റായി. സമയം 12 മണിയായി. 15 ഓർഡർ ഒരു 700 രൂപ ഏണിങ്സും ആയിട്ടുണ്ട്. വീണ്ടും ഓർഡർ അടിച്ചിട്ടുണ്ട് അൽട്ടാസിയിൽ. എടപ്പള്ളി നിൽക്കണം. എടപ്പള്ളി തന്നെ നിൽക്കണേ നൈസാണ്. എന്തായാലും പോയി നോക്കട്ടെ. 11 മണി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഇത് 6ാമത്തെ ഓർഡർ. ഇതൊരു മൾട്ടി ഓർഡറും കൂടെയാണ്. 6ാമത്തെ ഓർഡറാണ് നമുക്ക് 11 മണി കഴിഞ്ഞിട്ട് കിട്ടുന്നത്. സോ ഒരു ഓർഡറും കൂടെ കിട്ടിയാൽ ലേറ്റ് നൈറ്റ് പീക്കിൻ്റെ ഓർഡർ കൗണ്ടും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആവും. അതായത് 7 ഓർഡർ 100 രൂപ എന്നുള്ളതും കൂടെ കിട്ടും. ഒരു ഓർഡറും കൂടെ മതി. ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എന്തായാലും സ്പെയിനിൻ്റെ കളിയും കൂടെ അല്ല. അപ്പോൾ ഇന്ന് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നേരെ കളി കാണാൻ പോകുന്നത് വിചാരിച്ചു. അതായത് ഇത് ഡെലിവറി ആയിട്ട് ഒരു ഓർഡറും കൂടെ കിട്ടണം. അതുകൂടെ കിട്ടിയാൽ സെറ്റ്. ഇപ്പോൾ എടപ്പള്ളിയിൽ നിൽക്കുന്ന ചേരാനൊരു ഒരു ഭാഗത്തേക്ക് ഓർഡർ അടിച്ചിരിക്കണം. അങ്ങനെ 6 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ലേറ്റ് നൈറ്റിൽ മാത്രം. അതിൻ്റെ ഒരു ഓർഡറും കൂടെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് കൊടുത്ത ഓർഡറിലുണ്ടല്ലോ 105 രൂപയ്ക്ക് 3 മസാല ദോശ. കടയിൽ പോയി കഴിച്ചാൽ കിട്ടൂല ഈ റേറ്റിന്. ക്രെഡിറ്റ് കാർഡും ബാങ്ക് ഓഫറെല്ലാം നോക്കി ഓർഡർ ചെയ്തുകൊണ്ടായിരിക്കാം. എന്തായാലും 110 രൂപ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയത്. എന്തായാലും കൊള്ളാം. ഈ പൈസയുടെ മണമുണ്ടല്ലോ ഒരു പ്രത്യേക മണമാണ് അല്ലേ. സ്വാതന്ത്ര്യം മേടിച്ചെന്ന് ഗാന്ധിജി ആണെങ്കിലും ആ ഗാന്ധിജി പോക്കറ്റിലുണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ അല്ലേ. എന്തായാലും പോട്ടെ, ഒരു ഓർഡറും കൂടെ വേണം. സ്പെയിൻ്റെ കളിയാണ് സ്റ്റാർട്ട് ചെയ്തു. ആ മാൾസോ സ്പെയിൻ ഫാൻ. സോ ഒരു ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ നമുക്ക് കളി കാണാൻ പോകാമെന്ന് വിചാരിക്കണം. ഫുഡും കഴിക്കണം. എന്തായാലും പോട്ടെ. ഇത് ഏത് സ്ഥലം എന്ന് പറയുക? ഇത് പട്ടിക്കാട് സ്ഥലം. ചേരാനെല്ലൂർ എവിടെയാണ്? എങ്ങനെയോ മാപ്പ് നോക്കി വന്നാൽ എവിടേക്ക് വന്നിട്ട് പോലും ഇല്ല. ഫുള്ള് പട്ടിക്കാട്. ഇതിനകത്ത് ആകെ കൊണ്ടോ ഫുള്ള് കാട് പിടിച്ച് കിടക്കണേ. 2 പട്ടികൾ കിടക്കണം അവിടെ. ഫുള്ള് കാട് പിടിച്ച് കിടക്കണം. ഒരു വീട് ഇപ്പോൾ അതായത് 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ വീടും കാര്യങ്ങളെല്ലാം. അത്രയ്ക്ക് പട്ടിക്കാട് ഏരിയ. എന്തായാലും പോട്ടെ. ഇനി ഇവിടെ നിന്ന് എടപ്പള്ളി എത്താതെ വേറെ ഓർഡറൊന്നും കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് പോകുന്ന വഴിക്ക് ബെക്ടാഷ് വില്ലേജ് ഹോട്ടലോ അങ്ങനെ എന്തോ കുറേ കടകളൊക്കെ ഉണ്ട്. വല്ല അടിച്ചാൽ ഭാഗ്യം. ഇല്ലെങ്കിൽ എടപ്പള്ളി വരെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കാലടിച്ച് പോകേണ്ടി വരും. എന്തായാലും പോട്ടെ, ഒരു ഓർഡറും കൂടെ ആവശ്യമുള്ളൂ.
അങ്ങനെ ഒരു ഓർഡറും കൂടെ കിട്ടിയപ്പോൾ വർക്ക് എന്തായാലും സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ കളമശ്ശേരി ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് എന്തായാലും റൂമിലോട്ടൊരു 7 കിലോമീറ്റർ സംതിങ് എന്തോ ഉണ്ട്. ആൻഡ് വർക്ക് സ്റ്റോപ്പ് ചെയ്തു കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സ്പെയിൻ്റെ കളി. സെക്കൻഡ് ഹാഫ് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നിർത്തിയാണ്. എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട് കളി. സെക്കൻഡ് ഹാഫ് തുടങ്ങാനായിരിക്കണം. എന്തായാലും കറൻ്റ് നമുക്ക് ഏകദേശം ഒരു 21 ഓർഡർ കിട്ടി. 6:15 സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ സമയം കറക്റ്റ് 1:30ക്ക് നിർത്തി. ഓർമ്മയില്ല സ്പെയിൻ്റെ കളിയുടെ കാര്യം. അപ്പോൾ അങ്ങനെ എന്തായാലും നിർത്തി. കുഴപ്പമില്ല, ഇന്നത്തേക്ക് ഓടിയിട്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. 6:15 ഓടിയിട്ട് 7:15 8 9 10 ഒരു 7-7.25 മണിക്കൂർ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് ടോട്ടൽ നോക്കുകയാണെങ്കിൽ. ആ 7.25 മണിക്കൂറിൽ ഏകദേശം 21 ഓർഡറും കിട്ടി. ഒരു 907 രൂപ ഓർഡർ പേയും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇൻസെൻറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ ഡിന്നർ പീക്കിൽ ഒരു 170 രൂപ 7 ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ. ആൻഡ് ലേറ്റ് നൈറ്റ് ഇതിലൊരു 100 രൂപ 7 ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ. അങ്ങനെ ഏകദേശം ഒരു 270 രൂപ ഇൻസെൻറ്റീവ് കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം 1177 രൂപയോളം സംതിങ് നമുക്ക് ടോട്ടൽ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കറൻ്റ് ഇനി റൂമിലോട്ടുള്ള ഡിസ്റ്റൻസും കൂടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 120 കിലോമീറ്ററിനടുത്ത് നമ്മൾ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഒരു 2:30-3 മണി വരെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 1000 രൂപയ്ക്ക് ഓർഡർ പേ കിട്ടുമെന്ന് വിചാരിക്കും. കാരണം ഇന്ന് അടിച്ചൊന്നും വലിയ ഓർഡറൊന്നും ഇല്ല. 2 ലോങ് ഓർഡർ എന്ന് പറയുമ്പോൾ എബോ 100 പോലും ഇല്ല. 100 രൂപയ്ക്ക് അകത്ത് സോൺ ഔട്ടിൽ നിന്ന് കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ലോങ് ഓർഡറായി മാറുകയാണ് സോൺ ഔട്ടിലോട്ട്. വേറെ പ്രത്യേകിച്ച് ഓർഡറൊന്നും നമുക്ക് കിട്ടിയില്ല വലിയ ഓർഡർ എന്ന് പറയാനായിട്ട്. ആൻഡ് മൾട്ടി ഉണ്ടായിരുന്നു, അതും 60-70 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ 11 മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ പീക്ക് ടൈം അവസാനിച്ചതോടുകൂടി നമുക്ക് കിലോമീറ്ററിന് 7 രൂപയായി. അതുവരെ ഒരു 9-10 രൂപ വെച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ബട്ട് അതിന് ശേഷം നമുക്ക് 7 രൂപയായിട്ട് മാറി. അങ്ങനെയാണെങ്കിലും ഒരു 100-120 രൂപ കിലോമീറ്റർ ഞാനിപ്പോൾ 900 ഓർഡർ പേ കിട്ടാൻ തന്നെ ഏകദേശം ട്രാവൽ ചെയ്തിട്ടുണ്ട്. 120 കിലോമീറ്റർ കൺഫേം ആവും ഇപ്പോൾ ഇനി ഇവിടുന്ന് റൂമിലോട്ട് എത്തുമ്പോഴേക്കും. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും 3 മണി വരെ നിൽക്കുമെന്ന് വിചാരിച്ചു. ബട്ട് കളിയായതുകൊണ്ട് നമ്മളിന്ന് നിർത്തി പോന്നു. എന്തായാലും ഇതേപോലെ സെയിം ടൈം നമുക്ക് ലേറ്റ് നൈറ്റ് ആയിട്ട് സൊമാറ്റോയിൽ ഒരോട്ട് ഓടിച്ച് നോക്കണം. സൊമാറ്റോയിൽ എത്ര കിട്ടുന്നതെന്ന് അറിയത്തില്ല. സൊമാറ്റോ ഓടിച്ചിട്ട് കുറേ മാസങ്ങളോളായി. സ്വിഗ്ഗി ഓടിച്ചിട്ട് ഇപ്പോൾ 1 മാസത്തിന് അടുത്തായി. എന്നിട്ടാണ് ഇന്ന് ലോഗിൻ ചെയ്യുന്നത്. ഇനി എന്തായാലും സൊമാറ്റോയും കൂടെ നമുക്ക് ഇടയിൽ ഒരു ദിവസം ഇറങ്ങി നോക്കാം. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.